2026 കേരള രാഷ്ട്രീയം എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം മാറി മറിയാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് കേരള രാഷ്ട്രീയം മാറി മറിയാൻ പോകുന്നത്? ഒന്ന്, LDFന്റെ ദുർഭരണം. 2, UDF എന്ന് പറയുന്ന വകയ്ക്ക് കൊള്ളാത്തവരുടെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രതിപക്ഷം. ഇതുകൊണ്ട് കേരളത്തിൽ ഒരു മൂന്നാം മുന്നണി രൂപപ്പെട്ടു കഴിഞ്ഞു. NDA മുന്നണി, BJP നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും നാൾ BJP കേരളത്തിൽ ഇല്ലായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം ഉയരും. ഇല്ലായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പണ്ട് ഈ BJPയെ കുറിച്ച് കേരളത്തിലെ വോട്ട് കച്ചവടം നടത്തിയവർ എന്നൊരു പേരുദോഷമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് മാറി ഒന്ന് നേരെയായി വന്നു. 2016 ഒരു സീറ്റ് നേടി, 2021 കൊണ്ടുപോയി തൊലച്ചു പോരെ. അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പ് വന്ന പാലക്കാട് ഒന്നാഞ്ഞ് പിടിച്ചിരുന്നെങ്കിൽ കിട്ടിയേനെ. അതും നടന്നില്ല. വിഭാഗീയത അങ്ങേയറ്റം കൊടുമ്പിരിക്കൊള്ളുന്ന ഒരു പാർട്ടി. ഇതൊക്കെ കേന്ദ്ര നേതൃത്വം നന്നായി മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് ഇറക്കിയത്. പലരും പറഞ്ഞു ശോഭാ സുരേന്ദ്രനെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷയാക്കൂ, പാർട്ടി നേരെയാക്കും. ആക്കും. പക്ഷേ ശോഭാ സുരേന്ദ്രൻ ഇറങ്ങിക്കഴിയുമ്പോഴും ഒരു പക്ഷം വേറൊരു ഭാഗത്തുണ്ട്, വിഭാഗീയതയോടുകൂടി നിൽക്കും. അതാണ് പ്രശ്നം. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ, രാജീവ് ചന്ദ്രശേഖർ മോദി അമിത്ഷായുടെ കൂട്ടുകെട്ടിൽ നിന്നുള്ള ആളാണെന്ന് കൃത്യമായി മനസ്സിലാക്കിയപ്പോൾ വിഭാഗീയത നടത്തിക്കൊണ്ടിരുന്നവരൊക്കെ പത്തി മടക്കി രാജീവ് ചന്ദ്രശേഖരന്റെ കുടക്കീഴിൽ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രവർത്തനങ്ങളെല്ലാം മുമ്പോട്ട് അതിശക്തമായിട്ട് പോകുന്നുണ്ട്. ഏതു തരത്തിൽ? ഒരു മാസ്റ്റർ പ്ലാനോടുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് കുതിക്കുന്നത്. ആ മാസ്റ്റർ പ്ലാനിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എടുത്ത് പറയേണ്ടത്, ഈ ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള വോട്ട് മാറാൻ പോവുകയാണ്. ക്രിസ്ത്യൻ വിഭാഗക്കാരുടെ വോട്ട് എപ്പോഴും കോൺഗ്രസിനെ തേടിപ്പോയിരുന്ന കാലമാണ് ഉണ്ടായിട്ടുള്ളത്. ആ ക്രൈസ്തവ സഭയെ ഒക്കെ തന്നെ ഒന്ന് വോട്ട് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പല സഹാക്കന്മാരും അരമന കയറി ഇറങ്ങിയിട്ടുള്ളതൊക്കെയാണ്. അരമന കയറാത്തവരെ ആരും തന്നെ ഇല്ല. പെരുന്നയിലും കണിച്ച കുളങ്ങരയിലും ഒക്കെ പോകുന്ന പോലെ എല്ലാ അരമനകളിലും പോയിട്ടുണ്ട്. പിന്നെ പിണറായി വിജയൻ വളരെ കാലം കഴിഞ്ഞപ്പോൾ ബിഷപ്പുമാരുടെ നേരെ തിരിയുകയും ചെയ്തു. നികൃഷ്ടജീവി എന്നൊക്കെ വിളിച്ചു. അതൊക്കെ വൻ തിരിച്ചടി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ക്രൈസ്തവ സഭ ഇപ്പോൾ അവരുടെ ആവശ്യം നടക്കുന്ന ഇടങ്ങളിലേക്ക് പോകും. ഈ കേരളത്തിലെ മുന്നണികൾ രണ്ടും, LDF ആയാലും UDF ആയാലും, ഞങ്ങളെ വോട്ടിന് വേണ്ടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് പല ബിഷപ്പുമാരും തുറന്നടിച്ചിട്ടുള്ളത്. ആ ബിഷപ്പുമാര് തന്നെ ഇപ്പോൾ പറയുന്നുണ്ട്, കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് സഹായം വേണമെന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്കിപ്പോൾ സംസാരിക്കാൻ ക്രൈസ്തവരുടേതായ പ്രതിനിധികൾ BJP നൽകിയിട്ടുണ്ട്. അവര് വഴി കേന്ദ്രത്തെ അറിയിക്കും. ഇപ്പൊ ഷോൺ ജോർജിനെ പോലുള്ളവർ, PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കൃത്യമായി ഈ ബിഷപ്പുമാരും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും ഒക്കെയായിട്ട് വലിയ ചർച്ചയൊക്കെ നടത്തി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ BJPക്ക് അനുകൂലമായ ഒരു തരംഗമാണ് സൃഷ്ടിക്കുന്നത്. ഒരു 40 മണ്ഡലങ്ങളില് BJP കണക്ക് കൂട്ടുന്നത് ക്രൈസ്തവ വിഭാഗത്തിലുള്ളവരെ നിർത്തണം എന്നാണ്. ക്രൈസ്തവ മേഖലകളിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. പിന്നെ ഒരു 40 മണ്ഡലങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. അതിൽ 20 മണ്ഡലങ്ങൾ വിജയസാധ്യത ഉറപ്പുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് കണക്കനുസരിച്ച് 18 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് വന്നു നിൽക്കുകയാണ്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ തന്നെ 29 മണ്ഡലങ്ങളായില്ലേ.
ഈ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന മണ്ഡലങ്ങൾ തന്നെ അതിശക്തമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇത് BJPയുടെ കൈകളിലേക്ക് വരും. അത് കൂടാതെ 24-ലെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ 26-ൽ എത്തുമ്പോഴേക്കും BJPക്ക് അനുകൂലമായ തരത്തിൽ പല കാര്യങ്ങളും മാറ്റിയെടുക്കാൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പ്രയത്നം നടക്കുന്നുണ്ട്. ആ പ്രയത്നത്തിന്റെ ഫലം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ കണ്ടു തുടങ്ങും. ഇതൊരു സെമി ഫൈനലാണ്. ഫൈനൽ 26-ൽ നടക്കുമ്പോൾ BJP കേരളത്തിൽ തീർച്ചപ്പെടുത്തും ഏത് തരത്തിൽ ഭരണം പോകണം. 140 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ളതിൽ ഒരു 10ഓ 15ഓ സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ മതിയല്ലോ. 11 മുതൽ 15 വരെ പിടിക്കും എന്നാണ് ചില രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം. ഇപ്പോൾ കേരളത്തിൽ ഒരു തൂക്കസഭയിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരം ഉള്ളതുകൊണ്ട് CPM അത്രയും സീറ്റ് പിടിക്കില്ല, LDF അത്ര സീറ്റ് പിടിക്കില്ല. UDF ആണെങ്കിൽ വലിയ പ്രതിസന്ധിയിലാണ്, നേതൃപ്രതിസന്ധി, ഘടകകക്ഷികൾ അതൃപ്തരുമാണ്. ആ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗം UDFൽ നിന്ന് അകലുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരിടമായി മാറും. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ തന്നെ അമിത്ഷാ പറയുകയുണ്ടായി, ദക്ഷിണേന്ത്യയിൽ തന്നെയാണ് ഞങ്ങളുടെ കണ്ണനിയും. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ അത് അങ്ങോട്ട് ഇതിന് തുടക്കം കുറിക്കും. 5000 വാർഡുകളാണ് BJP ലക്ഷ്യമിട്ടിരിക്കുന്നത്. പല നഗരസഭകളും പിടിച്ചടക്കും, പഞ്ചായത്തിൽ ഭരണം പിടിക്കും. അപ്പോൾ തീർച്ചയായിട്ടും BJPയുടെ ഈ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാക്കിയതല്ല. ഓരോരുത്തർക്കും ഓരോ തരത്തിൽ ഓരോ ഇടങ്ങളിൽ നിയമസഭാ മണ്ഡലം അങ്ങോട്ട് നൽകുകയാണ്. അവിടെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നടക്കണം. ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു നേതാവിനെ കായംകുളം നിയമസഭാ മണ്ഡലം കൈമാറിയിരിക്കുകയാണ്. ഷോൺ ജോർജിനോട് പാലയിലോ ഈരാറ്റുപേട്ടയിലോ മത്സരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കും, ഈ പാല ഈരാറ്റുപേട്ടയൊക്കെ ക്രൈസ്തവ കേന്ദ്രങ്ങളല്ലേ എന്ന് ചോദിക്കും. മുസ്ലിം ഉണ്ട് ഈരാറ്റുപേട്ടയിൽ. അവിടൊക്കെ ഷോൺ ജോർജ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മൈലേജ് വളരെ വലുതാണ്. പാലയിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ക്രൈസ്തവ മേഖലയിൽ നിന്നുള്ള വോട്ട് മാറും. അതുപോലെ മഞ്ചേശ്വരവും തിരുവല്ലയും, തിരുവനന്തപുരത്ത് പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ 4 നിയമസഭാ മണ്ഡലങ്ങള്, തിരുവനന്തപുരവും വട്ടിയൂർക്കാവും ഒക്കെ തന്നെ, കഴക്കൂട്ടവും, ഇതൊക്കെ BJPക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്. അപ്പോൾ BJP തീർച്ചപ്പെടുത്തും 2026-ൽ കേരളം ഏത് തരത്തിൽ പോകണം എന്നുള്ളത്.